വ്യാപകമായ പണപ്പിരിവൊക്കെ നടക്കുന്നുള്ള ഈ പണപ്പിരിവിൻ്റെ കാര്യം ഞങ്ങൾ ഈ തിരക്കിനിടയിലാണ് ഞങ്ങൾ ശ്രദ്ധിച്ചതല്ല. പക്ഷെ പല സുഹൃത്തുക്കളെ ഞങ്ങൾ വിളിക്കുന്നു, ഞങ്ങളെ വിളിക്കുന്നു. ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ കുഞ്ഞിൻ്റെ ആവശ്യത്തിന് പൈസ കളക്ട് ചെയ്യാൻ വേണ്ടി ഒരു പ്ലാറ്റ്ഫോം വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട് പോലും. ഞങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടത് തട്ടിപ്പ് സംഘം വല്ലതും ആയിരിക്കാം എന്നാണ് നമുക്കറിയുന്നത്. കാരണം ഞങ്ങളുടെ കുഞ്ഞിന് അവയവം കൊടുത്തു എന്നുള്ളതല്ലാതെ ഞങ്ങൾക്ക് സാമ്പത്തികമായ ഒരു ആവശ്യവും ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടില്ല, ഒരു തരത്തിലും. ഞങ്ങളെ അതുപോലെ ഗവൺമെൻറ് സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമുക്ക് കേട്ടതനുസരിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ഞങ്ങളുടെ കുഞ്ഞ് ഡൊണേറ്റ് ചെയ്ത, അല്ലെങ്കിൽ ഞങ്ങൾ ഡൊണേറ്റ് ചെയ്ത ഓർഗൻസ് അത് സ്വീകർത്താക്കൾ അവർക്ക് പണമില്ലാത്തതുകൊണ്ട് സ്വീകരിക്കാൻ അവസരമില്ല, അത് സാധിക്കുന്നില്ല. അവർക്ക് പണം ആവശ്യപ്പെട്ടുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഗവൺമെൻറ്റിൻ്റെ ലിസ്റ്റിലുള്ള ആളുകളെയാണ് അവർ സെലക്ട് ചെയ്ത് സ്വീകർത്താക്കളായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പം അവർക്ക് പൈസയുടെ ആവശ്യമില്ല, ഗവൺമെൻറ് അത് പൂർണ്ണമായും ഏറ്റെടുത്തിട്ടുള്ള കാര്യമാണ്. പക്ഷെ അവരുടെ പേരിൽ പണമില്ലാത്തതുകൊണ്ട് ഈ ഓപ്പറേഷൻ നടക്കുന്നില്ല എന്ന് പറഞ്ഞ് വ്യാജ പ്രൊഫൈലോ അല്ലെങ്കിൽ ഐഡിയോ ഉണ്ടാക്കി, ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ധനകാര്യ സ്ഥാപനത്തിൻ്റെ SB അക്കൗണ്ട് വഴി പണം ആവശ്യപ്പെട്ടതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും നമ്മൾ 100% പറയുന്നത് ഞങ്ങൾക്ക് പണം വേണ്ട, ഈ സ്വീകർത്താക്കളായിരിക്കുന്നവർക്കും പൈസയുടെ ആവശ്യം ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പോൾ ഇതിൻ്റെ പേരിൽ എന്തോ ഒരു തട്ടിപ്പ് സംഘം ഇറങ്ങിയിട്ടുണ്ട്. അതിൽ ആരും വീഴരുത് എന്നാണ് പറയാനുള്ളത്. ഇനി എൻ്റെ ശ്രദ്ധയിൽ ഇത് പെട്ടാൽ, ഞങ്ങൾ പണം ആവശ്യപ്പെട്ടെന്നോ അല്ലെങ്കിൽ സ്വീകർത്താക്കൾ പണം ആവശ്യപ്പെട്ടെന്നോ അതിന് നിയമ നടപടി ഏതറ്റം വരെ പോകാനും ഞങ്ങൾ തയ്യാറാണ്.